കണ്ണൂർ തോട്ടട ITIയിൽ SFI KSU സംഘർഷം. KSU യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് റബിന് ക്രൂരമർദ്ദനമേറ്റു. പോലീസ് ലാത്തി വീശി ക്യാമ്പസിൽ KSUവിന്റെ കൊടി കെട്ടുന്നതിനെ ചൊല്ലിയാണ് സംഘർഷമുണ്ടായത്. SFIയുടെ ശക്തി കേന്ദ്രമായ തോട്ടട ITIയിൽ 3.5 പതിറ്റാണ്ടിനിടെ ആദ്യമായാണ് KSU യൂണിറ്റ് രൂപീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ക്യാമ്പസിൽ KSU ഉയർത്തിയ കൊടി SFI പ്രവർത്തകർ നശിപ്പിച്ചിരുന്നു. ഇന്ന് ഉച്ചയോടെ ക്യാമ്പസിൽ KSU പ്രവർത്തകർ വീണ്ടും കൊടികെട്ടി. തുടർന്ന് പോലീസ് സാന്നിധ്യത്തിൽ KSUവിന്റെ ജില്ലാ നേതാക്കൾ പ്രിൻസിപ്പലിനെ കാണാൻ നീങ്ങി. സംഘത്തെ SFI പ്രവർത്തകർ തടഞ്ഞു. പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റം. ഇതിനിടെ ക്യാമ്പസിൽ സ്ഥാപിച്ച KSUവിന്റെ കൊടി SFI പ്രവർത്തകൻ പിഴുതെടുത്തു. പിന്നാലെ സംഘർഷം. സംഘർഷം നിയന്ത്രിക്കാൻ പോലീസ് ലാത്തി വീശി. KSU യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് റബിനെ ഒരു സംഘം SFI പ്രവർത്തകർ വളഞ്ഞിട്ട് മർദ്ദിച്ചു. നിലത്തിട്ട് ചവിട്ടി. ക്യാമ്പസിൽ പോലീസ് സാന്നിധ്യം ഉണ്ടായിരിക്കെയാണ് അതിക്രമം. അധ്യാപകരും അനധ്യാപകരും ദൃക്സാക്ഷികൾ. ഗുരുതരമായി പരിക്കേറ്റ റബിനെ പോലീസ് എത്തി ആശുപത്രിയിലേക്ക് മാറ്റി. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഭാഗമാകാനുള്ള ശ്രമം SFI തടയാൻ ശ്രമിച്ചെന്നാണ് KSUവിന്റെ ആരോപണം. ഈ SFIയുടെ നേതാക്കന്മാർ ഇവിടെ കൂടിയിരിക്കുന്ന ഈ നേതാക്കന്മാർ തന്നെയാണ് അടിക്ക് എന്ന് പറഞ്ഞിട്ട് ഈ KSUവിന് സഹപ്രവർത്തകർ അടിക്കുന്നത്. അതിക്രമം നിരാകരിച്ച് SFI. ഇപ്പോൾ KSUവിനെ ആക്രമിച്ചത് SFI ആണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണല്ലോ ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തേണ്ട കാര്യം എന്തായാലും ഇവിടെ ഞങ്ങൾക്കില്ല. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചു. കാര്യക്ഷമമായി ഇടപെട്ടില്ലെന്ന വിമർശനത്തെ പോലീസ് തള്ളി. പോലീസ് ഇപ്പോൾ 2-3 ദിവസമായി ഇവിടെ തന്നെയാണുള്ളത്. പിന്നെ എത്താൻ വൈകി എന്ന് പറഞ്ഞാൽ പോലീസ് പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങളിപ്പോൾ എന്നെ ഇന്റർവ്യൂ ചെയ്തിട്ട് ചോദ്യം ഉത്തരം ചെയ്യില്ല, അത് ശരിയല്ലല്ലോ. അതിനൊക്കെ മർദ്ദനത്തൊക്കെ കേസ് ഉണ്ടാവും, കൃത്യമായ കേസ് ഉണ്ടാവും, നടപടികളുണ്ടാവും. വെള്ളിയാഴ്ച സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കുമെന്ന് പോലീസ് അറിയിച്ചു. 24 കണ്ണൂർ.